ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു ലൈവ് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അന്യഭാഷയെക്കുറിച്ചുള്ള ചില വികലമായിരിക്കുന്ന ചിന്തകളും അതിനുള്ള മറുപടിയുമായിരുന്നു. അതിന് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ദുരുപയോഗം ചെയ്യുന്ന ഒന്നായിട്ട് അന്യഭാഷ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ചിലർ അത് ഇല്ലെന്ന് പറയുന്നു. ചിലർ പ്രാപിക്കാതെ, ഈ അന്യഭാഷ എന്ന് പറയുന്നത് ഒരു വരം കൂടിയാണ്, ഭാഷകളുടെ വരത്തിൽപ്പെട്ട ഒരു വരമാണ്. അത് പ്രാപിക്കാതെ പറയുന്നു. എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവർ അതിനെ വികലമായിട്ട് ഉപയോഗിക്കുകയാണ്. എന്നാൽ പ്രാപിച്ചവർ ചിലർ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതും സത്യമായിട്ടുള്ള കാര്യമാണ്. ഇനി ഈ അന്യഭാഷ എന്ന പദത്തിന് മൂലഭാഷയിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന ഒരു പദമാണ് ഗ്ലോസോലാലിയ. ഈ ഗ്ലോസോലാലിയ എന്ന് പറയുന്നത് ഒരു രോഗത്തിൻ്റെ പേരല്ല. പലതരത്തിലുള്ള ഭാഷകൾ ഉപയോഗിക്കുന്ന ആ പ്രത്യേകമായിരിക്കുന്ന പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഗ്ലോസോലാലിയ. എനിക്ക് മലയാളം അറിയാം, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം. മീൻസ് ഞാൻ മലയാളം പറയുന്നത് പോലെ തന്നെ ഹിന്ദി പറയണമെന്ന് താല്പര്യമില്ല, അതുപോലെ തന്നെ ഇംഗ്ലീഷും. എന്നാൽ ഏതെല്ലാം ഭാഷ മലയാളം ഒഴികെ ഞാൻ പറയുന്നുവോ അതെല്ലാം എനിക്ക് അന്യമായിരിക്കുന്ന ഭാഷയാണ്. ഇവിടെ അന്യഭാഷ എന്ന് പറയുന്നത് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത് ഈ ഭാഷ ദൈവത്തോട് സംസാരിക്കാനുള്ള ഭാഷയാണ്. ദൈവത്തോട് സംസാരിക്കാനുള്ള ഭാഷയാണ്. അത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഞാനതിനെ പ്രത്യേകമായിരിക്കുന്ന ചില കോട്ടുകൾ പറയാം. അത് ഒന്നാമത്, ഈ ഭാഷാവരത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരാത്മീയന്റെ ജീവിതത്തിൽ അന്യഭാഷ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആത്മസ്നാനം പ്രാപിച്ചിട്ടുള്ള അഭിഷിക്തനായിരിക്കുന്ന ഒരാൾക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ഇത് വ്യക്തിപരമായിരിക്കുന്ന ആത്മീക വർധനവിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്. 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ, നിങ്ങളിൽ എല്ലാവരെക്കാളും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് പൗലോസ് ഇച്ഛിക്കുന്നു. ഇതിൽ വ്യക്തിപരമായിരിക്കുന്ന ഒരു ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് സഭയുടെ ആത്മീയ വർധനയ്ക്കായിട്ടാണ്. ഒന്നാമത്തേത് വ്യക്തിപരമായിരിക്കുന്ന ആത്മീയ വർധനയ്ക്ക്, രണ്ടാമത്തേത് സഭയുടെ ആത്മീയ വർധനയ്ക്കാണ്. ഈ സഭയുടെ ആത്മീയ വർധന എന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം അത് ഒയ്ക്കഡോമിയോ എന്നാണ്. ഒയ്ക്കഡോമിയോ എന്ന് അതിനർത്ഥം എന്ന് പറയുന്നത് കെട്ടുപണി. ഒരു കെട്ടിടം പണിത് ഉയർത്തുകയായി, കട്ടയോട് കട്ട ചേർത്ത് വെച്ച് ഇടയ്ക്ക് സിമൻ്റ് ഇട്ട് അതിനെ ജോയിൻ ചെയ്ത് അതിനെ പണിതെടുക്കുക, അതിനാണ് ഉപയോഗിക്കുന്നത്. അതായത് പറിച്ചു കളയാനായിട്ട് വേണ്ടി ശ്രമിച്ചാലും പറഞ്ഞു മാറ്റപ്പെട്ട് പോകാതിരിക്കത്തക്ക നിലയിൽ അതിനെ കെട്ടി ഉറപ്പിക്കുന്നതിനെയാണ് ഈ ഒയ്ക്കഡോമിയോ എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടി അന്യഭാഷ പറയുക എന്ന് പറഞ്ഞാൽ സഭ പണിയപ്പെട്ടിരിക്കുകയാണ്, ഒരു പണിയാണ്. അപ്പം ഒന്നിനോടൊന്ന് വിട്ടുപോകാത്ത നിലയിൽ അതിനെ ജോയിൻ ചെയ്ത് നിർത്തുന്ന പ്രത്യേക വസ്തുതയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ അന്യഭാഷ പറയണം, അത് നമ്മളെ പണിയും. രണ്ട്, സഭ ആത്മീകമായിരിക്കുന്ന നിലയിൽ ഒരു
പണിയായിട്ട് തന്നെ നിൽക്കണമെങ്കിൽ ഈ അന്യഭാഷ അതിനു വേണ്ടിയിട്ട് പറയുന്നു. അന്യഭാഷകൾ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന സംഭവിക്കേണ്ടതിന്, ലഭിക്കേണ്ടതിന് എന്ന് 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആത്മാവിൽ പാടുകയും ദൈവത്തെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്ന കാര്യം ദൈവത്തെ ആരാധിച്ച് മഹത്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അന്യഭാഷ എന്ന് പറയുന്നത് ഒരു കളിയല്ല. അത് ദൈവനാമത്തെ മഹത്വീകരിക്കുന്നതിന് വേണ്ടി ദൈവജനം, ദൈവത്തിൻ്റെ അഭിഷിക്തരായിരിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് പല പാർട്ടുകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ എഫേസ്യ ലേഖനം 5:19 മുതൽ 20 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ ആത്മാവ് നിറഞ്ഞവരായി നിങ്ങൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയതകളാലും തമ്മിൽ സംസാരിച്ചു, എന്നിട്ട് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുകയും. കണ്ടോ, അവിടെ പറഞ്ഞിരിക്കുന്ന പദം എന്ന് പറയുന്നത് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങള്, സ്തുതികള്, ആത്മീയഗീതങ്ങള്. അപ്പോൾ ഈ അന്യഭാഷ കൊണ്ട് അല്ലെങ്കിൽ ആത്മാവ് കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നു. 2, അന്യഭാഷകളിൽ പാടുവാനായിട്ട് സാധിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ചിന്തനീയമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് രണ്ട് കൂട്ടം കാര്യങ്ങൾ കൂടെ ഞാൻ വളരെ വിശദീകരിച്ച് പറയാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള നിലയിൽ നമുക്കിത് ഉപയോഗിക്കേണ്ട സാധിക്കും. അതിൻ്റെ അന്യഭാഷകൾ നമുക്ക് പ്രാർത്ഥിക്കാണ്ട് സാധിക്കും കേട്ടോ. അന്യഭാഷകൾ നമുക്ക് പാടുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ അധിവാസത്തെക്കുറിച്ച് എപ്പോഴും നമ്മളെ ബോധവാന്മാരാക്കുന്ന ഒന്നാണ് ഈ അന്യഭാഷ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് കൂടെ നമുക്കിതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മീയ യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കുകയാണ്. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ 2 തരത്തിലുള്ള പോരാട്ടങ്ങളുണ്ട്. ഒന്ന്, ദൃശ്യമണ്ഡലത്തിലുള്ള പോരാട്ടവും, രണ്ടാമത്തത് അദൃശ്യ മണ്ഡലങ്ങളുള്ള പോരാട്ടവുമാണ്. ദൃശ്യമണ്ഡലങ്ങളുള്ള പോരാട്ടങ്ങൾ നമ്മുടെ കണ്ണിന് കാണാവുന്നതാണ്. ഒരാൾ കല്ലെടുത്തെറിയാൻ വരുന്നത് നമുക്ക് കാണാം. ഒരാൾ നമ്മെ ചീത്ത വിളിച്ചാൽ അത് നമുക്ക് കേൾക്കാം. അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് വേറൊരാളോട് കുറ്റം പറയുന്നത് അവരുടെ ആംഗ്യ ഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം ദൃശ്യമണ്ഡലങ്ങളുള്ളതാണ്. എന്നാൽ അദൃശ്യ മണ്ഡലങ്ങളിൽ ചില പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ സ്വർലോകത്തിലെ അന്ധകാര ശക്തികളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. സ്വർലോകങ്ങളിലെ അന്ധകാര ശക്തികളോട് പോരാട്ടമുള്ളത്. അപ്പോൾ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളും ജഡികങ്ങളായിരിക്കരുതെന്നും അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. വാളും ഒന്നുമല്ല നമ്മുടെ ആത്മീയ യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആത്മീയ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ശാപവാക്കുകൾ ഉപയോഗിക്കാനായിട്ട് വചനം പഠിപ്പിക്കുന്നില്ല. നമ്മളോട് ഒരാൾ അനാവശ്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ അയാളോട് തിരിച്ച് പ്രതികരിക്കാനായിട്ട് ആത്മീയമായിരിക്കുന്ന രീതിയിൽ നമുക്ക് സാധിക്കത്തുള്ളൂ. യേശുക്രിസ്തു പറഞ്ഞു, നിന്റെ ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ പ്രതികരണം. ക്ഷമിക്കുവാനാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ക്ഷമ ഒരു ഭയങ്കര മരുന്നാണ്. ക്ഷമിക്കുന്നവന് ആത്മാവിൽ ഒരു സൗഖ്യമുണ്ടാകും. ക്ഷമിക്കുന്നവന് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ക്ഷമിക്കാത്തതിൻ്റെ ഫലമാണ് ഇവിടെ നടക്കുന്ന പല ക്രിമിനലുകളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ക്രിമിനലുകളുടെ ജീവിതത്തിൽ മറ്റൊരാളെ കൊല്ലുക, മറ്റൊരാളെ കുറിച്ച് ദോഷം പറയുക, മറ്റൊരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക, ഇതെല്ലാം ക്രിമിനലുകളുടെ ഒരു ജീവിത രീതിയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ അവിശ്വാസിക്ക് അടയാളമായിട്ട് ഇരിക്കേണ്ടതിനാണ്. എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറയുന്ന ഒരാളെ കാണുമ്പോൾ അവിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യൻ മനസ്സിലാക്കണം, ഇയാൾ ആത്മനിറവിലാണ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണെന്ന്. അപ്പോൾ ഇതെല്ലാമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് ഞാൻ വേർതിരിച്ചത്. ഇതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അന്യഭാഷ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോയാൽ നമ്മൾ ഈ പറയുന്ന കാര്യം മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ
ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. അന്യഭാഷയ്ക്ക് താഴ്ന്ന സ്ഥാനമാണോ എന്നൊരു ചോദ്യം അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതല്ല, അല്ലെങ്കിൽ അന്യഭാഷ സ്ഥാനം എന്താണ്, അന്യഭാഷ എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.